അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചത്. അതിൽ കപടവിശ്വാസികളുടെ ഉപമകളാണ് വിശദീകരിച്ചത്. നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ പാഠങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 21 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ്. ഇന്നലെ പറഞ്ഞത് അത് 23 വരെയാണ് എന്നാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ക്ലാസ് എടുക്കുമ്പോൾ വിശദീകരിക്കാം. ഈ ക്ലാസ്സിൽ 21-ാമത്തെ ആയത്തിൽ എല്ലാ മനുഷ്യരോടും നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. 22-ാമത്തെ ആയത്തിൽ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന ഉത്ബോധനം ചെയ്യുന്നു. 23-ാമത്തെ ആയത്തിൽ അവർക്ക് ഖുർആനെപ്പറ്റി വല്ല സംശയവുമുണ്ടെങ്കിൽ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന വെല്ലുവിളിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 24-ാമത്തെ ആയത്തിൽ ആ വെല്ലുവിളി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും നരകശിക്ഷയെ സൂക്ഷിച്ചു കൊള്ളുക എന്ന മുന്നറിയിപ്പുമാണ് കൊടുക്കുന്നത്. നമുക്ക് 21-ാമത്തെ ആയത്തിലേക്ക് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടിയത്രേ അത്. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ചു ജീവിക്കാൻ വേണ്ടിയത്രേ അത്. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ. അഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവിൻ. അഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവിൻ. റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. അല്ലസി, യാതൊരുവനായ. അല്ലസി, യാതൊരുവനായ. ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. വല്ലസീന, യാതൊരുവരെയും. വല്ലസീന, യാതൊരുവരെയും. മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള. മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള. ലഅല്ലക്കും, നിങ്ങളായേക്കാം, ആകുവാൻ വേണ്ടി. തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി. ഈ ആയത്ത് മനുഷ്യരാശിക്ക് മുഴുവൻ ആയി നൽകിയ ഒരു ഉപദേശമാണ്. അള്ളാഹു ഇവിടെ എല്ലാ മനുഷ്യരെയുമാണ് വിളിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായതുകൊണ്ട് അവനെ ആരാധിക്കാതിരിക്കുന്നതിന് വലിയ അനീതിയാണ്. ഈ ആരാധനയുടെ ലക്ഷ്യം മനുഷ്യർ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. നമ്മെ സൃഷ്ടിച്ചവനെ മാത്രം ആരാധിക്കുക എന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിനെ ആരാധിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ മുത്തഖീങ്ങളാകാൻ കഴിയൂ. നമുക്ക് 22-ാമത്തെ ആയത്തിലേക്ക് പോവാം. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും
ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ച് തരികയും ചെയ്ത നാഥനെ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ച് തരികയും ചെയ്ത നാഥനെ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. അല്ലദി ജഅല ആക്കിയവൻ, അല്ലദി ജഅല ആക്കിയവൻ, ലക്കും നിങ്ങൾക്ക്, ലക്കും നിങ്ങൾക്ക്, അൽ അർള് ഭൂമിയെ, അൽ അർള് ഭൂമിയെ, ഫിറാശൻ ഒരു വിരിപ്പ്, ഫിറാശൻ ഒരു വിരിപ്പ്, വസ്സമാ ആകാശത്തെയും, വസ്സമാ ആകാശത്തെയും, ബിനാഅൻ ഒരു കെട്ടിടം, ബിനാഅൻ ഒരു കെട്ടിടം, വ അൻസല അവൻ ഇറക്കുകയും ചെയ്തു, വ അൻസല അവൻ ഇറക്കുകയും ചെയ്തു, മിനസ്സമായി ആകാശത്തു നിന്ന്, മിനസ്സമായി ആകാശത്തു നിന്ന്, മാഅൻ വെള്ളം, ഫ അഖ്റജ എന്നിട്ട് അവൻ പുറപ്പെടുവിച്ചു, ഫ അഖ്റജ എന്നിട്ടവൻ പുറപ്പെടുവിച്ചു, ബിഹി അതുമൂലം, അതുകൊണ്ട്, ബിഹി അതുമൂലം അഥവാ അതുകൊണ്ട്, മിനസ്സമറാത്തി ഫലവർഗങ്ങളിൽ നിന്ന്, മിനസ്സമറാത്തി ഫലവർഗങ്ങളിൽ നിന്ന്, റിസ്കൻ ആഹാരത്തിനായി, റിസ്കൻ ആഹാരത്തിനായി, ലക്കും നിങ്ങൾക്ക്, ഫലാ തജ്അലു അതിനാൽ നിങ്ങൾ ഉണ്ടാക്കരുത്, ഫലാ തജ്അലു അതിനാൽ നിങ്ങൾ ഉണ്ടാക്കരുത്, ലില്ലാഹി അല്ലാഹുവിന്, അന്താദൻ തുല്യന്മാരെ, അന്താദൻ തുല്യന്മാരെ, വ അൻതും നിങ്ങൾ ആയിരിക്കെ, തഅലമൂൻ നിങ്ങൾ അറിയും, വ അൻതും നിങ്ങൾ ആയിരിക്കെ, തഅലമൂൻ നിങ്ങൾ അറിയും. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നു, ആകാശത്തെ മേൽക്കൂരയുമാക്കി തന്നു, ആകാശത്ത് നിന്ന് മഴ ഇറക്കി അതിലൂടെ നിങ്ങൾക്ക് ഫലങ്ങളും ഭക്ഷണവും നൽകി. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് 23-ാമത്തെ ആയത്തിലേക്ക് പോവാം. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ, വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേത് പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചു കൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. ഒന്നുകൂടി പറയാം. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ, വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേത് പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചു കൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വൈൻ കുന്തും നിങ്ങളാകുന്നുവെങ്കിൽ, വൈൻ കുന്തും നിങ്ങളാകുന്നുവെങ്കിൽ, ഫീ റൈബിൻ വല്ല സന്ദേഹത്തിലും, ഫീ റൈബിൻ വല്ല സന്ദേഹത്തിലും, മിമ്മ നസ്സൽന നാം ഇറക്കിയതിനെ പറ്റി, മിമ്മ നസ്സൽന നാം ഇറക്കിയതിനെ പറ്റി, അലാ അബ്ദിന നമ്മുടെ അടിയാൻ്റെ മേൽ, അലാ അബ്ദിന നമ്മുടെ അടിയാൻ്റെ മേൽ, ഫൗതു എന്നാൽ നിങ്ങൾ വരുവിൻ, ഫൗതു എന്നാൽ നിങ്ങൾ വരുവിൻ, ബി സൂറത്തിൻ ഒരു സൂറത്ത് കൊണ്ട് അഥവാ ഒരു അധ്യായം കൊണ്ട്,
ബിസൂറത്തിൻ ഒരു സൂറത്ത് കൊണ്ട് അഥവാ ഒരു അധ്യായം കൊണ്ട്. മിമ്മിസ്ലിഹി അതുപോലുള്ള, മിമ്മിസ്ലിഹി അതുപോലുള്ള. വദഓ നിങ്ങൾ വിളിക്കുകയും ചെയ്യുവിൻ, വദഓ നിങ്ങൾ വിളിക്കുകയും ചെയ്യുവിൻ. ശുഹദാഅക്കും നിങ്ങളുടെ സാക്ഷികളെ, ശുഹദാഅക്കും നിങ്ങളുടെ സാക്ഷികളെ. മിൻ ദൂനില്ലാഹ് അള്ളാഹുവിന് പുറമെ, മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ. ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സാദിഖീൻ സത്യവാന്മാർ, ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അള്ളാഹു മക്കയിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ഖുറൈശി നേതാക്കളോട് പറയുന്നു, നിങ്ങൾക്ക് ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് സംശയമുണ്ടെങ്കിൽ ഇതേപോലുള്ള ചെറിയ സൂറത്തെങ്കിലും കൊണ്ടുവരിക എന്ന് വെല്ലുവിളിക്കുന്നു. അറബികൾ ഭാഷയിലും കവിതയിലും വളരെ മികച്ചവരായിരുന്നു. അള്ളാഹു അവരെ അവരുടെ ഏറ്റവും ശക്തമായ മേഖലയിൽ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സഹായത്തിന് നിങ്ങളുടെ സഹായികളെയും വിളിച്ചുകൊള്ളുക, പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. അന്നു മുതൽ ഇന്ന് വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുന്നതും അല്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണിത്. ഇനി നമുക്ക് 24-ാമത്തെ ആയത്തിലേക്ക് പോവാം. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. സത്യനിഷേധികൾക്കു വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത്. ഒന്നുകൂടി പറയാം. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. സത്യനിഷേധികൾക്കു വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത്. നമുക്കിതിൻ്റെ വേർഡ് ബൈ അർത്ഥം നോക്കാം. ഫഇല്ലം തഫ്അലു എന്നിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഫഇല്ലം തഫ്അലു എന്നിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, വലൻ തഫ്അലു നിങ്ങൾ ചെയ്യുന്നതുമല്ല തന്നെ, വലൻ തഫ്അലു നിങ്ങൾ ചെയ്യുന്നതുമല്ല തന്നെ. ഫത്തഖൂ എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഫത്തഖൂ എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. അന്നാർ നരകത്തെ, അന്നാർ നരകത്തെ, അല്ലതി യാതൊരു, വഖൂദുഹ അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം, വഖൂദുഹ അതിൽ കത്തിക്കപ്പെടുന്നത് അഥവാ ഇന്ധനം, അന്നാസ് മനുഷ്യരാകുന്നു, വൽ ഹിജാറ കല്ലുകളും, വൽ ഹിജാറ കല്ലുകളും. ഉഇദ്ദത്ത് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, ഉഇദ്ദത്ത് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീൻ അവിശ്വാസികൾക്ക്, ലിൽ കാഫിരീൻ അവിശ്വാസികൾക്ക്. ഇത് 23-ാം വചനത്തിൻ്റെ തുടർച്ചയാണ്. അള്ളാഹു മക്കയിലെ അറബികളെ വെല്ലുവിളിച്ചു. അവർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ആ വെല്ലുവിളി ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തുന്ന നരകാഗ്നിയെ സൂക്ഷിച്ചു കൊള്ളുക എന്ന മുന്നറിയിപ്പും നൽകുന്നു. നരകം സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കിയതാണ് എന്ന് താക്കീതും അവർക്ക് നൽകുന്നു. ഈ 24-ാമത്തെ ആയത്ത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതിൻ്റെ മെയിൻ കാരണം അത് 23-ാം ആയത്തിൻ്റെ തുടർച്ചയായതുകൊണ്ടാണ്. ഇതാണ് 21 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. അള്ളാഹു നമ്മുടെ ഈ പ്രയത്നത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഖുർആൻ വേണ്ട വിധത്തിൽ നമ്മുടെ കൽബുകളിൽ വെളിച്ചം നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു മനപ്പാഠം എളുപ്പമാക്കി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ 25-ാം ആയത്ത് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.